ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ശ്രീ വിഷ്ണു സഹസ്രനാമ വന്ദന ശ്ലോകം 27. ഏവമേതാനി നാമാനി ജപകാലേ വിശേഷതഃ വിന്യസേദാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ. ഏവമേതാനി നാമാനി ജപകാലേ വിശേഷതഃ വിന്യസേദാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ. ആത്മരക്ഷയ്ക്കായുള്ള ഭഗവാന്റെ സ്വരൂപ ധ്യാനത്തിനുപയോഗിക്കുന്ന 12 നാമങ്ങൾ ജപിക്കുന്നത്, അതിരാവിലെ ജപിക്കുന്നത് അത്യന്തം വിശേഷമാണ് എന്ന് ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരനോട് പറയുന്നു. ഭാവാർത്ഥം: ഒരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യം നാമം ജപിക്കുന്നതാണ് ഉത്തമം. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുമ്പോൾ എല്ലാ ഇടവും നിശബ്ദമായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയോടെ ജപം സാധ്യമാകുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉള്ള സമയമാണിതുകൊണ്ട് ശ്വസന വ്യായാമങ്ങൾക്ക് പറ്റിയ സമയം ആണ് പുലർകാല. 4 മണി മുതൽ 6 മണി വരെയാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. സൂര്യോദയത്തിന് തൊട്ടു മുമ്പേ ഉള്ള സമയം വരെ ബ്രാഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നു. സഹസ്രനാമം കൃത്യമായ ഉച്ചാരണ ശുദ്ധിയോടെ ജപിച്ചാൽ ശ്വാസകോശത്തിന് നല്ലൊരു വ്യായാമമാണ്. സാധാരണ ശ്വാസകോശത്തിൻ്റെ 60% മാത്രമാണ് ഉപയോഗിക്കുന്നത്. സഹസ്രനാമം ജപിക്കുമ്പോൾ ശ്വാസന വ്യായാമങ്ങൾ ചെയ്യുമ്പോഴും ശ്വാസകോശത്തിൻ്റെ 90% ഉപയോഗിക്കപ്പെടുന്നു. ഉപനയനം കഴിഞ്ഞ് സന്ധ്യാവന്ദനം ചെയ്യുന്നവർ വിഷ്ണുവിൻ്റെ ഈ 12 നാമങ്ങൾ ആവർത്തിച്ച് ജപിക്കുന്നു. സരസ്വതീയാമം എന്നും ഈ സമയത്തെ വിളിക്കുന്നു. സരസ്വതി ദേവി ഉണർന്നു പ്രവർത്തിക്കുന്ന സമയമാണ് സരസ്വതീയാമം. പലപ്പോഴും സങ്കീർണമായ വിഷയങ്ങൾ പഠിക്കാൻ വെളുപ്പിനെ നമുക്ക് സാധിക്കാറുണ്ട്. അതുപോലെ വളരെ സങ്കീർണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനും ഈ വെളുപ്പിനെ എണീറ്റുള്ള ധ്യാനം നമ്മെ സഹായിക്കുന്നു. സരസ്വതി ദേവിയുടെ കടാക്ഷം കിട്ടുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ അതിരാവിലെ ഉണർന്ന് പഠിക്കണമെന്ന് പറയാറുള്ളത്. 27-ാം വന്ദന ശ്ലോകം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഏവമേതാനി നാമാനി ജപകാലേ വിശേഷതഃ വിന്യസേദാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ. ഓം നമോ ഭഗവതേ വാസുദേവായ.